ദൈവികമായ പരിപാലനയുടെ ഒരു നിമിഷമാണ്. കർത്താവ് നമ്മളെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വീഴ്ചകൾ വന്നാണ്, കഷ്ടപ്പാടിന്റെ വേദനയുടെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിത്യം കാത്തു പരിപാലിക്കുന്ന നല്ല തമ്പുരാൻ ഈശോയെ, അങ്ങേ ഞാൻ പൂർണ്ണമായി സ്നേഹിക്കുന്നു. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചവൻ, ഈ ഭൂമിയിൽ നമ്മോടുകൂടെ ആയിരിക്കുവാനായി പരിശുദ്ധ ദിവ്യകാരുണ്യമായി എന്നും ജീവിച്ചു വാഴുന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ ക്ലേശപൂർണമായ ഒരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്ക്. ഇനിയുള്ള ജീവിതയാത്രയിൽ എപ്രകാരമായിരിക്കും ഓരോ കാര്യങ്ങളെന്നുള്ള ചിന്തയിൽ ആകുലപ്പെട്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യജന്മങ്ങളും കുടുംബത്തെ നോക്കണം, കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കണം, കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. ഇന്നാൾ വരെയും സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ നൊമ്പരമുണ്ട്. എന്നിരുന്നാലും നല്ല തമ്പുരാൻ നമ്മയൊക്കെ കാത്തു പരിപാലിക്കുമെന്നുള്ള വലിയ വിശ്വാസം ഈശോയിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്നു. ഈശോയുടെ കൂടെ നമ്മൾ ജീവിക്കുകയാണ്. ഈ മാസം 17-ാം തീയതി മുതൽ നാളെ 25-ാം തീയതി വരെ നമ്മുടെ വരാപ്പുഴ അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ വൈദികർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോടൊപ്പം നിങ്ങളും നിങ്ങളുടെ ഗാർഹിക സഭയായ നിങ്ങളുടെ ഭവനത്തിലെ തിരുനടയിൽ കുടുംബനാഥനോടൊപ്പം അല്ലെങ്കിൽ കുടുംബനാഥയോടൊപ്പം ഈശോയെ ആരാധിക്കുന്ന നിമിഷമാണ് പ്രാർത്ഥനയുടെ നിമിഷം. ക്ലേശപൂർണമായ നിമിഷങ്ങളിലും കർത്താവിന്റെ കാരുണ്യവും അനുഗ്രഹവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് നമുക്ക് ആരാധന ഗീതം ആലപിച്ച് അവിടുത്തെ സ്തുതിക്കുക. in
യേശു ഗലീലി കടലിന്റെ മറുകരയിൽ തിബേരിയാസ് തീരത്ത് അപ്പം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യൻ തന്റെ അസാധ്യത ദൈവത്തിന്റെ മുമ്പിൽ തുറന്നു പറയുമ്പോഴാണ് ദൈവത്തിന്റെ സാധ്യത അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്ന് വെളിപ്പെടുത്തുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ദിവ്യബലിമധ്യേ നമ്മൾ വായിച്ചു കേട്ടു. ഒരുവൻ തന്റെ ശക്തിയിലും കഴിവിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനത്തെ അവൻ തടസ്സപ്പെടുത്തുന്നു. തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പ്രതിബന്ധത്തിൽ ശിഷ്യന്മാർ യേശുവിൽ ശരണം വെച്ചു. ഒപ്പം തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നത് മുഴുവൻ അവർ യേശുവിൽ സമർപ്പിച്ചു. അതൊരു പക്ഷേ ഒരു അറിവായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, നമ്മുടെ തന്നെ കഴിവുകളായിരിക്കാം, സ്നേഹത്തോടുള്ള പ്രവൃത്തിയായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, പൂർണ്ണമായ സമർപ്പണമുള്ളിടത്ത് ദൈവത്തിൻ്റെ ഇടപെടലും അത്ഭുതവും നടക്കുന്നു.
എനിക്കെൻ്റെ യേശുവിൻ്റെ മുമ്പിൽ ഈ നിമിഷം എന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പൂർണ്ണമായി ലോകാരൂപിയുടെ സുഖലോലുപതയിൽ നിന്നും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കരുതലിലേക്ക് എന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുമ്പോഴാണ് ദൈവികമായ അനുഗ്രഹങ്ങളുടെ നീർച്ചാലൊഴുകുന്നത് ഞാൻ കാണുന്നത്. ദൈവം തന്റെ ഏകപുത്രനെ നൽകി ഈ ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തെ നാശക്കുഴിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി. എന്നാൽ മനുഷ്യൻ പ്രകാശമായ യേശുവിനെ സ്വീകരിക്കാതെ അന്ധകാരത്തെ സ്നേഹിച്ചു. ഈ ലോകം മനുഷ്യനെ സുഖം നൽകുന്നത് ഇത് നിത്യനാശത്തിലേക്ക് അവനെ നയിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവൻ അന്ധകാരത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം 16 യേശു നമ്മെ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്ന സംഭവം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പ്രകാശം നമുക്ക് നിമിഷ സുഖത്തിലുള്ള ഒരു നേരം പോക്കായി നൽകുന്നതല്ല, മറിച്ച് നിത്യരക്ഷയാണ്, നിത്യാനന്ദമാണ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിലെ പ്രകാശമായി സ്വീകരിച്ച് നന്മ പ്രവർത്തിച്ച് അന്ധകാരത്തെ വെറുത്താൽ നമ്മുടെ ജീവിതത്തിൽ നിത്യരക്ഷ ലഭിക്കും. ഈ സന്ദേശം നൽകുവാനാണ് ദൈവം തന്നെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. എന്നാൽ നാം ഇന്നും ദൈവത്തിന്റെ ആ വലിയ ദാനം സ്വീകരിക്കുവാൻ മടി കാണിക്കും. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നാൽ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ കത്തിച്ചൊലിക്കുന്ന പാസ്കൽ തിരി അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ജീവന്റെ പ്രകാശമാണ്. നിങ്ങളെ അന്ധകാരത്തിലേക്ക് കൈവിട്ട് കളയാനല്ല, മറിച്ച് ജീവന്റെ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്നുള്ള വലിയൊരു സ്നേഹ സുവിശേഷ ചൈതന്യമാണ് അവിടെ നിന്ന് നമുക്ക് കാണിച്ചു നൽകുന്നത്. അവിടത്തോട് നമുക്ക് ചേർന്നിരിക്കണം. ഈ ഒരു നിമിഷം യേശുവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. മറിയം ഈശോയുടെ പാദാന്തികത്തിൽ നിന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അധരങ്ങളിൽ നിന്നും നിറകളിക്കുന്ന വചനം തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യയായി ആദ്യത്തെ ഉത്ഥാനത്തിന്റെ സുവിശേഷവാഹകയായി സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വലിയ അപ്പോസ്തലയായി അവിടെ നിന്നും ജീവിക്കുന്നത് ഈശോയുടെ ഹൃദയത്തുടിപ്പ് തൊട്ടതഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശാന്തമാക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമാകാം. സമർപ്പിക്കുക. ഈശോ നമ്മോട് കൂടെയുണ്ട്. ഈശോ നമ്മോട് കൂടി ജീവിച്ചു വാഴുന്നു. ഈശോയെ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ നാഥനായി എന്ന് നിലനിർത്തുവാനായി നമുക്ക് സ്വീകരിക്കാം.
ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറും കഥ പറയുമ്പോൾ കരുണയോട് മുഴുവൻ കേൾക്കാൻ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെ. ക്രൂശിൽ നീ ചേർത്തു എന്റെ രോഗദുരിതങ്ങൾ.
സങ്കീർത്തകനോടൊപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കാമെന്നുള്ള തലക്കെട്ടാണ്. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന നാഥനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മൾ സ്തുതിക്കും. സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു സ്തുതിക്കുന്നു: വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകഴ്ത്തും. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതികൾ ആലപിക്കും. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദൈവന്മാർക്കും അധിപനായ രാജാവാണ്. ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ്. പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ്, സമുദ്രം അവിടുത്തേതാണ്. അവിടുന്നാണ് അത് നിർമ്മിച്ചത്. ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനങ്ങൾ, അവിടുന്ന് പാലിക്കുന്ന അച്ചരണം. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നവർ മെരീബയിൽ മരുഭൂമിയിലെ മാസായി ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവിടെന്നെ പരീക്ഷിച്ചു. 40 സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി. വഴിപിഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയാണ് ജനമാണിത്. എന്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു. ജനതകളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. കർത്താവിനെ സ്തുതിക്കുവിൻ. Ampamai
ഇടം കിട്ടുകയെന്നാൽ അംഗീകരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന് സമരിയാക്കാരുടെ തിരസ്കരണത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഇടം കിട്ടാതെ വരുന്നത് യേശുവിന് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. യേശുവിന്റെ ജനനം തന്നെ പുൽത്തൊട്ടിയിലായിരുന്നു. കാരണം സത്രത്തിൽ ഇടം ലഭിച്ചില്ല. തുടർന്നുള്ള തിരുവചനങ്ങളിൽ 57 മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവിനെ അനുഗമിക്കാൻ വന്നവർ ദൈവത്തിന് തങ്ങളുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം നൽകിയില്ല. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്ഥാനം എവിടെയാണ്? ദൈവത്തിനാണോ നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം? അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ആണോ നാം ആ സ്ഥാനം നൽകുന്നത്? നമ്മുടെയൊക്കെ സമൂഹത്തിൽ, കുടുംബങ്ങളിൽ, മനസ്സുകളിൽ ആർക്കെങ്കിലും നാം ഇടം നിഷേധിക്കുന്നുണ്ടോ? ഇടം എന്നത് അന്നും ഇന്നും എന്നും ഒരു പ്രശ്നമാണ്. ഇടം കിട്ടാൻ വേണ്ടിയായിരുന്നു പല യുദ്ധങ്ങൾ പോലും. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടണം, ഭർത്താവിന് ഭാര്യയുടെ ഹൃദയത്തിൽ ഇടം കിട്ടണം. എല്ലാവർക്കും ഹൃദയത്തിൽ ഇടം നൽകാൻ തക്ക വിധം നമ്മളെ തന്നെ രൂപപ്പെടുത്താം. ഇടം കിട്ടാതെ അലയുന്നവന്റെ ജീവിതത്തിലുള്ള വേദനകൾ തിരിച്ചറിയുക. പലതരത്തിലുള്ള തിരസ്കരണങ്ങൾ, ഈ ദിവസങ്ങളിലൊക്കെ പല വെളിപാടുകൾ അവിടെ ഇവിടെയൊക്കെ ഉയരുമ്പോൾ എവിടെയും പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രശ്നസങ്കീർണമായ ഒരു കാര്യമാണ് അബോർഷൻ എന്നുള്ളത്. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടുവെങ്കിലും ഇടം ലഭിക്കാതെ ഈ ഭൂമിയിലേക്ക് വന്നു പതിക്കാൻ പറ്റാത്ത വിധം മൺമറഞ്ഞു പോകുന്ന പിഞ്ചു ജീവിതം. വഴിയോരങ്ങളിൽ കൈനീട്ടുന്നവന്റെ മുമ്പിൽ മുഖം മറച്ച് നടന്നു നീങ്ങുമ്പോൾ അവന് നഷ്ടമാകുന്നില്ല. ആ ഒരു വഴിയിലൂടെയല്ലേ നീയും ഞാനുമൊക്കെ നടന്നു നീങ്ങുന്നത്. ഹൃദയത്തിലൊരു ഭാരമാണ്. എത്രയോ പേരുടെ കണ്ണീരിന്റെ മുമ്പിൽ തിരിഞ്ഞു നടന്നപ്പോൾ നമുക്ക് കാരണമായി പറയാനുണ്ടായ കാര്യങ്ങളൊക്കെ എന്റെ കഷ്ടതയുടെ നിമിഷത്തില് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആരും ഉണ്ടായില്ല. കൂടെ നിൽക്കുന്ന ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്നു.
വിശുദ്ധ മദർ തെരേസ ഈ ദിവസങ്ങളിലേക്ക് ഒരു ചർച്ചാ വിഷയമാണ്. എന്താണ് അവർ ചെയ്തത്? അവർ ചെയ്തതൊക്കെ കൈയടി മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ? പലരുടെ കൈകളിൽ നിന്നൊക്കെ അവർക്ക് സംഭാവനകളൊക്കെ ലഭിച്ചു. കോടിക്കണക്കിന് രൂപ അവർക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അവർക്കുള്ളതിൽ നിന്നൊക്കെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ അതെന്ത് മേന്മയാണെന്ന് ചോദിക്കുന്ന ചില ജീവിതങ്ങൾ. പലപ്പോഴും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു ചേരുന്ന കണക്കുകൾക്ക് മുമ്പിൽ അത് കൊടുക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിന്റെ നിമിഷങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നിട്ടും എന്തിനാ അവരെ വിശുദ്ധിയാക്കി? നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ടാണോ അവരെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചത്? ചോദ്യങ്ങൾ ഉയരുകയാണ്. ദൈവത്തിലേക്ക് ആശ്രയിക്കുക. ഈ നിമിഷം നമ്മുടെ പലരുടെയും കയ്യിൽ ഒന്നുമില്ല എടുത്തു വെക്കുവാനായിട്ട്. കുഞ്ഞുമക്കൾക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ ഒരു അധ്യയന വർഷത്തിന്റെ ആരംഭമാണ്. മക്കൾക്ക് നല്ല യൂണിഫോം വേണം. അവർക്ക് പഠിക്കുവാനായിട്ട് പാഠപുസ്തകങ്ങൾ വേണം. എന്ത് ചെയ്യുന്നവരാണ്? നന്മ ചെയ്യുന്ന കരങ്ങളുടെ ആ കരുതലിന്റെ സ്നേഹത്തിന്റെ പറ്റാത്ത ഉറവ് തിരിച്ചറിയാതെ എത്രയോ പ്രാവശ്യം ഞാനും കല്ലെറിയാനായിട്ട് തുനിഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ ചിലപ്പോഴൊക്കെ കുറ്റം ലഭിക്കുവാനായിട്ട് ഓടുന്ന ഒരു ഓട്ടത്തില് എത്രയോ തവണ ഞാൻ വീണിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് സഞ്ചരിക്കുന്ന യേശു, ആരുമില്ലാത്തവർക്ക് തുണയായി നിൽക്കുന്ന യേശു, രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന യേശു, വിജനപ്രദേശത്ത് മാറി നിൽക്കുന്ന യേശു, എന്നോടുകൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലേ എന്ന് അവസാന നിമിഷം ചോദിച്ച യേശു. ഉദ്ധിതന്റെ പ്രാർത്ഥനാ ചൈതന്യം തിരിച്ചറിയുന്നു. തന്റെ മുറിപ്പാടുകൾ കാണിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന യേശുവെന്ന് ധ്യാനിക്കുവാനായിട്ട് സാധിക്കുന്നു. നിനക്കും എനിക്കും വേണ്ടി മുറിയപ്പെട്ട ശരീരം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു എന്ന് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാകും. ഈ മുറിപ്പാടുകൾ നിനക്കൊന്ന് ഈശോയ്ക്ക് കൊടുക്കാമോ? ദൈവത്തിന് കൊടുക്കാമോ? കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞവർ എത്രയോ പേർ. ദൈവമേ, അവർക്കെല്ലാവർക്കും നിത്യവിശ്രാന്തി നൽകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
രോഗാവസ്ഥയിൽ കഴിയുന്നവര് ഏത് നിമിഷമാണ് ഞാനും മരിക്കുന്നത് എന്നോർത്ത് വേദനിക്കുന്നവരുണ്ട്. ഞാൻ പൂർണ്ണമായി സൗഖ്യപ്പെടുമോ എന്നുള്ള പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. നഷ്ടപ്പെട്ടവരുമായി ഓർത്ത് കണ്ണീരൊഴുകുന്ന ബന്ധുമിത്രാദികൾ, ജീവിത പങ്കാളി, ഈശോയെ അവരെല്ലാവരെയും സമർപ്പിക്കുന്നു. അവർക്ക് ആശ്വാസമായി നീ കൂടെ ഉണ്ടാകണമേ, ആശ്വാസമായി കൂടെ ഉണ്ടാകണമേ. കുട്ടികളുടെയൊക്കെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള കുറെ ഹീറോസ് ഉണ്ട്. കാർട്ടൂൺ കഥാപാത്രങ്ങളായിട്ട്, ആനിമേഷൻ കഥാപാത്രങ്ങളായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സൂപ്പർ ഹീറോസ്, സ്പൈഡർമാന്റെയും സൂപ്പർമാന്റെയും ഹീമാന്റെയും ഒക്കെ ഇങ്ങനെ പലതരത്തിലുള്ള സൂപ്പർ ഹീറോസിനെയൊക്കെ സ്വപ്നം കഴിയുന്ന മക്കള്, ശക്തരായ തേനാളികൾ. എന്നാൽ അവരൊന്നും അല്ല സൂപ്പർ ഹീറോസ്. ഇന്ന് മനുഷ്യരിലേക്ക് തിരിയുക, ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് ശുശ്രൂഷാരംഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഡോക്ടർമാര്, നഴ്സുമാര്, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാര്, ഇന്നത്തെ സൂപ്പർ ഹീറോസ്. രാഷ്ട്ര നിയമങ്ങളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരെ കർശനമായി പിടികൂടി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും മറ്റും കൊടുത്ത് കൊറോണ വൈറസിനെ പൂർണ്ണമായി ഈ ഭൂമിയിൽ ഇല്ലാതാക്കുവാനും അത് പടർന്നു പിടിക്കാതിരിക്കുവാനായിട്ട് രാപ്പകൽ കണ്ണ് ചിമ്മാതെ ഇങ്ങനെ കാവൽ നിൽക്കുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെയൊക്കെ ജീപ്പ് ഇങ്ങനെ ചീറിപ്പായുമ്പോഴും ബൈക്കിൽ പോലീസുകാർ വരുമ്പോഴും അവര് പറത്തുന്ന ഡ്രോണുകളൊക്കെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നിമിഷം പോലും കണ്ണടക്കാതെ, കുടുംബത്തോടൊപ്പമായിരിക്കാൻ പറ്റാതെ ഒരു ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് ആത്മാർത്ഥമായിട്ടൊരു സല്യൂട്ട് കൊടുക്കുവാൻ നിനക്കും എനിക്കും സാധിക്കുന്നു. ഇപ്രകാരം ജീവിക്കുന്ന സൂപ്പർ ഹീറോസിനെ തൊട്ടറിയണമെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ നാഥനായി നിൽക്കുന്ന ഈശോയെ നമ്മൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കണം. ഇന്ന് ഈ ഈശോയ്ക്ക് വേണ്ടി ഉപകരണമായി മാറിയിട്ടുള്ളവരാണ്. ഈശോയ്ക്ക് ഈ രോഗികളെയൊക്കെ സ്പർശിക്കുവാനും ശുശ്രൂഷിക്കുവാനും കൈകൾ വേണം. ഈശോയുടെ കൈകളാണ് ഈ ഡോക്ടർമാര്, നഴ്സുമാര് എല്ലാം. കരുതലോടെ നേർവഴിക്ക് നടത്തുവാനായിട്ട് നല്ല മനസ്സുള്ള ഓടി നടക്കുന്നവർ വേണം. ഈശോയുടെ കാലുകളും ഹൃദയങ്ങളും ഒക്കെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഈശോയിലേക്ക് സമർപ്പിക്കാം. ഇന്ന് വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് ധ്യാനിക്കേണ്ട ദിവസം. നമുക്ക് നമ്മുടെ കുടുംബത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ നവീകരിക്കാം. നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായി ഒരിക്കൽ കൂടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയെ എന്റെ കുടുംബത്തിന്റെ രാജാവായി നീ വാഴണമേ, എന്റെ കുടുംബത്തിന് രക്ഷയായി നീ നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുമടക്കുക.
ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്നവരുണ്ട് മാധ്യമങ്ങളിലൂടെ. എന്നിരുന്നാലും തിരുനടയിലെ തിരി അണയാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മറിയത്ത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള അങ്ങയുടെ പരമാധികാരം എന്ന് ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നതിനാൽ ഞങ്ങളിതാ വരുന്നു. ഇപ്പോൾ തുടങ്ങി അങ്ങേക്ക് ഇഷ്ടമായ ജീവിതം നയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ, ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപിയെ ഞങ്ങളിൽ നിന്നും വിദൂരത്തിൽ അകറ്റുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആത്മാർത്ഥ വഴി ഞങ്ങളുടെ ബോധത്തിലും അങ്ങനെയുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് വാഴണമേ. ഈ സ്നേഹാഗ്നിയെ കൂടെയുള്ള ദിവ്യകാരുടെ സ്വീകരണത്താൽ വളരെയധികം ഉജ്ജ്വലിപ്പിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഓ ദിവ്യ ഹൃദയമേ, ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപീഠം അലങ്കരിക്കാൻ അങ്ങ് മനസ്സാകണമേ. ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്നും അകറ്റണമേ. ഞങ്ങളുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഇഷ്ടക്കേടിന് വീഴാൻ ഇടയായാൽ ഓ ദിവ്യ ഹൃദയമേ, അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് അയാളെ ഓർമ്മിപ്പിക്കണമേ. ജീവിതാന്ത്യത്തിൽ വേർപാടിന്റെ മണിനാദം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ ആ കൽപ്പന സ്വമേധയ അനുസരിച്ച് കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഈ കുടുംബങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും എന്നെന്നും പാടിസ്തുതിക്കുന്ന ഒരു ദിവസം സമാഗതമാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. മറിയത്തിന്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ ഔസേപ്പും ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് കാഴ്ചവെക്കുകയും ഇതിന്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. നമ്മുടെ രാജാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയത്തിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോയുടെ ആശീർവാദത്തിനായി ഒരുങ്ങുന്ന ഈ നിമിഷം നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് ദൈവതരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഈ നിമിഷം ദൈവത്തിന്റെ അമിതമായ ആഗ്രഹങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈശോയെ എന്നെ വിശദീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായ വിസ്മയാവമായ ഭൂതാശനങ്ങൾക്ക് നൽകിയതും അങ്ങയുടെ പരിത്രാണത്തിന് ഫലം നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പൂർണ്ണമായി നമ്മയും നമ്മുടെ കുടുംബത്തെയും രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും ഭരണാധിപന്മാരെയും ഡോക്ടർമാരെയും നഴ്സുമാരെയും
പോലീസ് ഉദ്യോഗസ്ഥരെ, വിവിധങ്ങളായ ശുശ്രൂഷകൾ കാഴ്ചവേണ്ടുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിന് ഒരുങ്ങിക്കൊണ്ട് ഭക്തിയാവണമുള്ള എന്ന ഗാനം ആലപിക്കുക. അലിവിൻ